അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അടുത്തിടെ നമ്മളൊരു വീഡിയോ കാണാനിടയായി. പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു സുരക്ഷാ ജീവനക്കാരൻ അവിടെ ഹറമിൽ ഉംറയ്ക്കും ഹജ്ജിനും വേണ്ടി വന്ന പ്രിയപ്പെട്ട ആൾക്കാരോട് അപമര്യാദയായി പെരുമാറുന്നൊരു വീഡിയോ. പലരും ചോദിക്കുന്നത്, ഇത് അങ്ങനെ ചെയ്യുകയോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഹറമിലുള്ള സുരക്ഷാ ജീവനക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. അവർ മുമ്പൊക്കെ നമ്മൾ കാണുന്ന വീഡിയോ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നതും അവിടെയുള്ള തീർത്ഥാടകരായിട്ടുള്ള ആൾക്കാരെ പരിഗണിക്കുന്നതുമായിട്ടുള്ള വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇനി ഇത് വല്ല ഫേക്ക് വീഡിയോയുമാണോ? അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുത, പുണ്യസ്ഥലത്തുള്ള എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ബുദ്ധിശൂന്യതയാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു സുരക്ഷാ ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ചയാണ് വന്നത്. അത് ഒരിക്കലും ഫേക്കായൊരു വീഡിയോ അല്ല. അങ്ങനെ ചില സെക്യൂരിറ്റി ജീവനക്കാർ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദി ഗവൺമെൻറ് അവർക്കെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പേരിലും ശക്തമായ നടപടി സൗദി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥയും അവരുടെ ആ ഒരു സമയത്തുള്ള ക്രൗഡിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഉള്ള ആ ഒരു ടെൻഷനും ഒക്കെ ആയിരിക്കാം ഇതിനു പിന്നിൽ. എന്തായാലും മറുനാട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവിടെ പുണ്യം തേടാൻ വരുന്ന ഹാജിമാരോടും അതേപോലെ ഉംറ ചെയ്യാൻ വരുന്നവരോടും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു തെറ്റ് ഏതൊരു മനുഷ്യനും പറ്റും. പക്ഷെ അത് നമ്മളിങ്ങനെ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഒരിക്കലും അദ്ദേഹം ചെയ്ത കാര്യത്തെ ഞാൻ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരിക്കാം. പക്ഷെ എന്തായാലും അവിടെ പോകുന്ന നമ്മളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സുരക്ഷാ ജീവനക്കാർ ഒരു കാര്യം ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മളോട് അവർ ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കതിനുള്ള എല്ലാ അധികാരവുമുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോയാൽ പാലിക്കേണ്ട മര്യാദ നമ്മളായിട്ട് പാലിക്കണം. അല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മൾ നാണം കെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തന്നെ, നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പക്ഷേ ഈ വീഡിയോയുടെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരു പക്ഷേ എന്താ ഉണ്ടായത് എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ, പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെ എന്താണോ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അത് പാലിക്കുകയും അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുക. അവിടെ പോയി നമ്മുടെ എല്ലാ തരത്തിലുള്ള ഒരു അദബുകേടുകൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആ അദബുകേടുകൾ ചിലപ്പോൾ നമ്മുടെ അഭിമാനം തന്നെ ക്ഷതം വരുത്തുന്ന രീതിയിലേക്ക് മാറിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും മോശക്കാരല്ല. ഹറമിലെ എത്രയോ നല്ല രീതിയിൽ വരുന്ന ആൾക്കാരോട് പെരുമാറുന്ന വളരെ മര്യാദയുള്ള സെക്യൂരിറ്റി ജീവനക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മിൽ നിന്ന് ആരെങ്കിലും ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വളരെ മാന്യമായി നമ്മൾ പെരുമാറുക, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മളെല്ലാവരോടും ഇടപഴകുക. അത് ചെയ്യരുത്, ഇവിടേക്ക് മാറി നിൽക്ക്, നിങ്ങൾ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജീവനക്കാർ എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ അച്ചടക്കത്തോടു കൂടി അവരെന്താണോ നമ്മളോട് പറയുന്നത് ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.